നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. എൻ്റെ പുറകിൽ കാണുന്നത് അമേരിക്കയിലെ യൂറ്റ സംസ്ഥാനത്തിലെ മഞ്ഞ് മൂടിയ മലയാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക സമയം വൈകുന്നേരം 5:45. വളരെയധികം സൺലൈറ്റ് പുറകിലുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് എൻ്റെ പുറകിൽ. ഞാനവിടെ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെയാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്ന്. പക്ഷേ ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. അവർ പറയുകയാണ്, ജീവിക്കാൻ വേണ്ടി കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഹോബീസോ അല്ലെങ്കിൽ നമ്മുടെ പാഷനോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം പലപ്പോൾ നമുക്കറിയാം, നമ്മുടെ പണ്ട് കാലത്ത് 80s ജനിച്ചൊരു എൻ്റെ കാലം 80s അപ്പം എന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ അവിടെ ജോലിക്ക് പോകുന്ന ചേട്ടന്മാരൊക്കെ വരും. 25 വയസ്സായ ചേട്ടന്മാരൊക്കെ ആയിരിക്കും. അവർ ജോലി കഴിഞ്ഞ് വരുന്നു, നമ്മുടെ കൂടെ നിന്ന് കളിക്കുന്നു. അങ്ങനെ വൈകുന്നേരം 8 മണിയോടെ വീട്ടിൽ പോകുന്നു. അങ്ങനെ ക്ലബ്ബുകൾ, വായനശാലകൾ, ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നമ്മളിന്ന് നോക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ കൂടുതൽ സമയം ജോലി എടുക്കുന്നു. അതായത് ശരാശരി മനുഷ്യന്റെ ജോലി സമയം എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ അല്ല ഒരു ഒരു 4:30-5 മണി വരെ. ഇന്ന് അങ്ങനെ അല്ലാതെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. പലർക്കും രണ്ടാമത്തെ ജോലി അത്യാവശ്യമായി മാറിയിരിക്കുന്നു. വീക്കെൻഡിൽ ആരെയും വിളിച്ചാൽ കിട്ടുന്നില്ല. അമേരിക്ക നോക്കിയാൽ പോലും പല ആളുകളും 2 ജോലി ഉണ്ടായാലേ ജീവിച്ചു പോകാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഓവർ ടൈം. ഇതൊക്കെ ഓവർ ടൈമും ഈ രണ്ടാമത്തെ ജോലി എന്നൊക്കെ പറയുന്നത് ധനികരാവാനോ അല്ലെങ്കിൽ പണക്കാരാവാൻ വേണ്ടിയല്ല. മനുഷ്യന്റെ ഒരു ശരാശരി മനുഷ്യന്റെ ആഗ്രഹങ്ങളായിട്ട് ചെറിയൊരു വെക്കേഷൻ, ഒരു പുതിയ ഫോൺ വാങ്ങുക, അല്ലെങ്കിൽ പുതിയൊരു കാർ വാങ്ങുക, അങ്ങനെയുള്ള ശരാശരി ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് പല വ്യക്തികളും എല്ലാവിധ പാഷൻസും ഹോബീസും മാറ്റി വെച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്നത്. ഇതാരാണ് സൃഷ്ടിക്കുന്നത്? ഈ ഒരു ക്യാപിറ്റലിസ്റ്റിക് ചിന്താഗതിയുള്ള ഇക്കോണമി എന്തിനാണ് സൃഷ്ടിക്കുന്നത്? കാരണം ഒരു ഹോബിയും വേണ്ട. ഒരു ഹോബി എന്ന് പറയുന്നത്, ശരാശരി മനുഷ്യന്റെ ഹോബി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചീട്ട് കളിക്കാൻ പോവുക, അതുപോലും സാധിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും തബല പഠിക്കുക, അങ്ങനെ പല ഹോബീസ്, വായിക്കുക, പല ഹോബീസ് ഉണ്ട്. അതിലൊന്നും ഒരു ശരാശരി മനുഷ്യന് സമയമില്ല. രാവിലെ 7 മണിക്ക് പോകുന്നു, 9 മണിക്ക് വരുന്നു, കിടക്കുന്നു, അതുപോലെ കടന്നു പോകുന്നു. വീക്കെൻഡിൽ വേറെ എന്തെങ്കിലും പരിപാടികളുമായിട്ട്. ഇങ്ങനെ ഒരു ഇക്കോണമിയാണ് സൃഷ്ടിച്ചിരിക്കുകയാണ് ലോകം മുഴുവൻ. ശരിയല്ലേ? യുവതലമുറ പറയുകയാണ് ഞങ്ങൾക്ക് ഒന്നിനും സമയമില്ല എന്നുള്ളത്. ഫാക്റ്റ് ആണ്. ശരിയല്ല? ഇനി അവർ പറയുകയാണ്, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, നമ്മൾ ഈ സമയം ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുക. വീക്കെൻഡിൽ നമ്മൾ സമയമുണ്ടാക്കി ഞാനൊരു തബല കൊട്ടാൻ പഠിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാനൊരു എന്തെങ്കിലും ഒരു ഒരു ചെണ്ട കൊട്ടാൻ പഠിക്കാൻ തീരുമാനിച്ചു. അതിനെ വിറ്റ് കാശാക്കാൻ നിന്നെ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വരും. നമുക്ക് ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും. ഈ NRIസിനൊക്കെ പിച്ച് ചെയ്യും ഒരുപാട് ആൾക്കാർ. അതായത്, ഞാൻ പാട്ട് പാടാൻ പഠിപ്പിക്കാം, ഞാൻ തബല കൊട്ടാൻ പഠിപ്പിക്കാം, ഞാൻ അത് പഠിപ്പിക്കാം, ഇത് പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വരും. വിദേശ രാജ്യങ്ങളിലാണ് ടാർഗറ്റ്. ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. അങ്ങനെയെങ്കിൽ 90% ആളുകളും ഒരുപക്ഷെ നല്ലവരായിരിക്കാം. ഒരു 10% ആളുകളെ പറ്റിക്കുക. അതായത് മറ്റുള്ളവന്റെ ഹോബി എന്നുള്ള അവന്റെ ആശയത്തെ വിറ്റ് കാശാക്കുക. ഫേക്ക് പ്രോമിസ്. 100%, അതായത് 90% കാര്യങ്ങളിലും നടക്കാൻ പോകുന്നു പറയുന്നത്, ആരും തബല അവനും പഠിക്കാനും പോകുന്നില്ല, പറഞ്ഞവനും ഒന്നും പഠിക്കാൻ പോകുന്നില്ല തബല. അപ്പൊ ഇതാണ് കാലഘട്ടം. അപ്പൊ അവര് ചോദിക്കുകയാണ്, ഞങ്ങളെ ഒരു ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുകയാണ് യുവതലമുറയുടെ പാഷന്. അതായത് ഇപ്പം ഇത് മാത്രമായിരിക്കുന്നില്ല, ഒരു പക്ഷേ ക്രാഫ്റ്റോ എന്തുമായിക്കോട്ടെ, നിങ്ങളൊരു ഹോബി എന്നുള്ള വാക്ക് ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ആയിരക്കണക്കിന് പ്രോഡക്ട്സിന്റെ റെക്കമെൻഡേഷൻ ആയിരിക്കാം. നിങ്ങളുടെ പാഷനെ എത്രയും പെട്ടെന്ന് വിറ്റ് കാശാക്കാൻ വേറെ ഒരു കൂട്ടർ. ഇത് പറയുമ്പോൾ യുവതലമുറ പറയുകയാണ്, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, ഒന്നും തുടക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആകെ ചെയ്യാന്ന് പറയുന്നത് വൈകുന്നേരം വീട്ടിൽ വരിക, എന്നിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഈ ഷോർട്സ് എന്ന് പറയുന്ന, അതായത് ഒരു അഡിക്ഷനാണ് ഈ പറയുന്നത്. ഈ ഇൻസ്റ്റഗ്രാമും ഈ ഫേസ്ബുക്കും ഒരു വലിയ അഡിക്ഷനാണ്. ഈ പറയുന്ന സംഭവത്തിൽ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ, അതായത് അവരെ ഇതിലേക്ക് ഒരു അഡിക്ഷൻ ആക്കി മാറ്റുക. അങ്ങനെ എന്താ പറയുന്നത്, ഒരു സോഷ്യൽ മീഡിയ ഒരു വളരെ എക്സാമ്പിൾ, ആളുകളെ കണക്ട് ചെയ്യാൻ ഉണ്ടാക്കിയതാണെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കണക്ഷൻ മാത്രമല്ല ഉദ്ദേശം. അങ്ങനെ കണക്ട് ചെയ്യുക മാത്രമാണെങ്കിൽ ആ ഒരു ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമി മുന്നോട്ട് പോകുമല്ലോ. അവിടെ നമുക്ക് കമ്പാരിസൺ വരുത്തണം, അവിടെ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാക്കണം, കുശുമ്പുണ്ടാക്കണം. അങ്ങനെ കുശുമ്പുണ്ടായാൽ മാത്രമേ അവർ പറയുന്ന പ്രോഡക്ട്സ് വാങ്ങാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം അപ്പുറത്തെ ഇപ്പൊ പലരും വെക്കേഷന് പോകുന്നു പറയുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ലെ? ഞാൻ അവിടെ പോയി, എല്ലാവരും അല്ല പറയുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്.
പല ആളുകളും ഈ പറയുന്ന സൗന്ദര്യവർദ്ധന പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു. പിന്നെ വെക്കേഷൻസിന് പോകുന്നു. എന്തിനു വേണ്ടി? കമ്പാരിസൺ, പിന്നെ എന്താ പറയുന്നത്, ഒരു കോമ്പറ്റീഷൻ, ഒരു എൻവി, അത് വളർത്തുന്ന ഒരു ഇടമായി മാറിയിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പ്രോഡക്ട്സുകളും പ്രൊമോഷനുകളും എല്ലാമായിട്ട് നമ്മളെ എക്സോസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ അവർ പറയുന്നത് വർക്ക് പ്ലേസിലും ജോലി സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. അവിടെ നമുക്ക് ഒരു തരത്തിൽ സ്ട്രെസ്സും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. വീട്ടിലെത്തുമ്പോഴാണെങ്കിൽ മെന്റലി നമ്മൾ ഡ്രെയിൻഡ് ആയിപ്പോവും. കാരണം പോകുന്ന വഴിക്കുള്ള എല്ലാ പ്രശ്നങ്ങള്, ഓഫീസിലെ പ്രശ്നങ്ങള് ഒന്നും തുടങ്ങി ഇതൊക്കെ ചേർന്നപ്പോൾ ലൈഫ് ശരിക്കും പറഞ്ഞ സൈക്കിൾ പോലെ മാറുകയാണ്. അവർ പറഞ്ഞത് ഒരു ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു തരത്തിലുള്ള ഒരു ജോലി എടുക്കുന്നു, പണമുണ്ടാക്കുന്നു, അത് സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ വീണ്ടും ഇതേ ഒരു സൈക്കിളിലേക്ക് കടന്നു പോകുമ്പോൾ എവിടെയാണ് ഹോബിക്ക് സമയം? ഒരുപാട് പേർക്ക് ഫ്രസ്ട്രേഷൻ അനുഭവപ്പെടുകയാണ്. കാരണം ഒരു ലോസ് വരികയാണ്. ജെന്യൂനില് നമുക്കൊരു എൻജോയ്മെന്റ് കിട്ടുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ ആരാണ് കുറ്റക്കാരെന്ന് എനിക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് പക്ഷെ നിങ്ങൾ ആരും ആരംഭിക്കാതിരിക്കരുത്. ഒരു ഹോബിയൊക്കെ, ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. അത് നിങ്ങൾ തളർത്തരുത്. ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, അതായത് നിങ്ങൾ ഹോബി സെർച്ച് ചെയ്ത പ്രൊഡക്ട്സ് വരുമായിരിക്കും, പക്ഷെ അതിനെ മാറ്റി വെച്ചുകൊണ്ട് മുന്നേറുക, എന്തെങ്കിലും കണ്ടുപിടിക്കുക. ലൈഫ് ഒരു സൈക്കിളായി മാറാതെ, അതല്ല പറയുന്ന ഒരു സ്ട്രെസ്ഫുൾ ലൈഫായി മാറാതെ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ